പ്രവർത്തനം തന്നെയാണ്. അതൊരു തിന്മയുടെ പ്രവർത്തനം. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു നന്മയുടെ പ്രവർത്തനത്തിന് വന്നപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞു. അതിന്റെ തന്നെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് എന്ത്, നന്മയ്ക്ക് ആൾക്കാര് കുറയും, തിന്മയ്ക്ക് ആൾക്കാര് കൂടും. അപ്പൊ ഇതിന് നന്മയുടെ ഒരു സമൂഹമാണ് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ ഈ നന്മയുടെ സമൂഹം നമ്മൾ വളരെ കുറച്ചുള്ളൂ. പക്ഷെ നമ്മുടെ പ്രവർത്തനം എത്തിച്ചെല്ലേണ്ടത് നമ്മുടെ അങ്കമാലി ഏരിയയിൽ തന്നെ നമുക്കിവിടെ പ്രവർത്തിക്കാൻ ഇത്രയും പോരാ. എങ്ങനെയൊക്കെ നമുക്ക് എത്രമാത്രം ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഇത് ഈ ഒരു നന്മയുടെ ഈ മദ്യം മാത്രമല്ല, ഇന്ന് എല്ലാ തരത്തിലും ഉള്ള, അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുമുള്ള ലഹരി ഇവിടെ സുലഭമാണ്. അപ്പൊ അതൊരു നന്മയായിട്ടാണ് ഇന്നത്തെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് അറിയാതെ പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു നല്ല സ്ട്രോങ് ശക്തി നമുക്ക് വേണം. മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള ഒരു പവർ നമുക്കുണ്ടെങ്കിലാണ് ആ ഒരു അധികാരം നമ്മുടെ കയ്യിൽ നമുക്കൊക്കെ തന്നിരിക്കുകയാണ്. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. സമൂഹത്തിലെ സാധാരണ ജനങ്ങളുടെ അടുത്തേക്ക് അത് എത്തണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ചൂടത്തിരുന്ന് ഇത് കേൾക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ചൂട് വേണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ചൂടത്ത് കുറെ നേരം നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മുടെ മനസ്സിലൊരു ചൂടുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ചൂടുണ്ടെങ്കിൽ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിന്റെ ഒരു കാര്യം, ഞാൻ കൗൺസിലിങ്ങിലാണ്, ഞാൻ കുടുംബ കോടതിയിൽ കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്. കേരള പോലീസിന്റെ വനിതാ സെല്ലില് കുടുംബ പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന കുടുംബ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഫാമിലി കൗൺസിലിംഗ് സെന്റർ സെന്റ് ജൂഡ് നമ്മുടെ അങ്കമാലിയിലെ മോർണിംഗ് സ്റ്റാർ കോളേജിൽ പ്രവർത്തിക്കുന്ന. അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം 23 വയസ്സായ, നമ്മൾ വിചാരിക്കും പുരുഷന്മാര് മാത്രമാണ് മദ്യത്തിന് അടിമ, മയക്കുമരുന്നിനൊക്കെ അടിമ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സമൂഹം വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഈ ഒരു പ്രവർത്തനം ആനുകാലികമായിട്ട് മാറ്റങ്ങൾ വരുത്തി നമുക്ക് പ്രവർത്തിക്കാനുള്ളത്. അപ്പൊ ഞാൻ 23 വയസ്സായ ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയും ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്, LLBക്ക് പഠിക്കുകയാണ്. ഈ പെൺകുട്ടിയെ എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇവള് വിറക്കാണ്. എന്തിനാ വിറക്കണേ? പഠിക്കുന്ന ഹോസ്റ്റലിൽ PG ബ്ലോക്കിലാണ് നിൽക്കുന്നത്. രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോകും. ആരുടെ കൂടെ? ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോകുന്നു. പബ്ബിലെ പോണത്. അവിടെ എന്താ? മദ്യം, കളി, എല്ലാ കാര്യങ്ങളും, മയക്കുമരുന്ന് എല്ലാം ഉപയോഗിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് ട്രീറ്റ്മെന്റ് ആദ്യം നമ്മൾ 60 ദിവസത്തെ ട്രീറ്റ്മെന്റിന് വിട്ടു. 60 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും കുട്ടിക്ക് ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ടില്ല. ആ ട്രീറ്റ്മെന്റ് അത് കൈയും കാലൊക്കെ വിറയ്ക്കുന്നതാണ്. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, ഒരു ക്രിസ്തീയ പെൺകുട്ടി. 3 പെൺമക്കളാണ് അച്ഛനും അമ്മയ്ക്കും ഉള്ളത്. പക്ഷെ ഈ 3 പെൺമക്കളില് 3 പേരും മദ്യം, മയക്കുമരുന്ന് ഇതിന് അടിമപ്പെട്ടു പോയേക്കാണ്. ഒരാള് ആയുർവേദ ഡോക്ടർ, ഒരാള് അഡ്വക്കേറ്റ്, ഒരാള് എഞ്ചിനീയറിംഗ്. 3 ഫീൽഡില് വിദ്യാഭ്യാസം ഇല്ലായ്മയല്ല പ്രശ്നം. അച്ഛനും അമ്മയും നല്ല ബിസിനസ് ലെവലില് നല്ല ഉന്നത തലത്തിൽ നിൽക്കുന്നു. ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കുട്ടീനെ കുറെ നാള് കൗൺസിലിംഗ് ചെയ്ത് ഇപ്പൊ ഒരുവിധം ലെവലിലേക്ക് അത് മാറ്റി. വീട്ടുകാര്, പാരന്റ്സ് ആണെങ്കിൽ എല്ലാം അനുവദിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു. പക്ഷെ 23-20 വയസ്സായപ്പോഴാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് വിട്ടുപോയത്. അതുവരെ പ്രാർത്ഥിച്ചൊക്കെ നടന്നിരുന്ന, എല്ലാവരുടെ മുമ്പിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ ഈ മക്കളിൽ വന്ന മാറ്റമാണിത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഇത് മനസ്സിലാവണില്ല, അവർക്കാണ് ഇതൊക്കെ ശരിയാണ്, സമൂഹത്തിൽ ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെയാണ് നമ്മള് ഒരു വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മള് മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങണം, ശാരീരികമായിട്ട് നമ്മൾ ഒരുങ്ങണം. ഈ തിന്മ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ നമ്മുടെ സമൂഹം നന്മയായിട്ട് മാറുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു 8ാം ക്ലാസ്സുകാരനെ എന്റെ അടുത്ത് കൊണ്ടുവന്നു. അച്ഛൻ, അവന്റെ പപ്പ ക്രിസ്ത്യൻ തന്നെയാണ്. 38 വയസ്സിൽ മദ്യപാനം കഴിഞ്ഞ് മരിച്ചു. 8ാം ക്ലാസ്സുകാരൻ ഇപ്പോ മദ്യത്തിന് അടിമയാണ്. നമ്മുടെ ചുറ്റും അങ്കമാലി പ്രദേശത്തുള്ളതൊക്കെ ഞാൻ പറയണത് അടിമയാണ്. ഈ കുഞ്ഞിനെ നമുക്ക് അവൻ ചെറുതായതുകൊണ്ട് അവനോട് പറഞ്ഞു കൊടുത്തപ്പോ അവന് മനസ്സിലായി. കൗൺസിലിംഗ് കൊടുത്തപ്പോ മനസ്സിലായി. കൂട്ടുകാര് ക്ലാസ്സിലെ ഒരു പിക്നിക്കിന് പോകുമ്പോ കുട്ടികൾ കൊണ്ടുപോണത് മദ്യക്കുപ്പിയാണ്.
അത് ടീച്ചർമാരും കണ്ണടയ്ക്കുക, ഒന്നും പറയാൻ പറ്റുന്നില്ല. അവർക്ക് കഞ്ചാവ് സുലഭമായിട്ട് കിട്ടുന്നു, മദ്യം സുലഭമായിട്ട് കിട്ടുന്നു. ഇതൊരു ഹീറോയിസം ആയിട്ട് നമ്മുടെ സമൂഹത്തിലെ തിന്മ നന്മയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് എല്ലാം അറിയാം, നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വേദനകൾ കണ്ടറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓരോ ദിവസവും. അപ്പൊ ഈ 8ാം ക്ലാസ്സുകാരന്റെ അമ്മ പറയാ, എന്റെ ഭർത്താവ് 38 വയസ്സില്, അവന് 38 വയസ്സുള്ളൂ, വൈഫിന് 35 വയസ്സുള്ളൂ, മദ്യം കഴിച്ച് മരണമടഞ്ഞു. എനിക്ക് ആകെ പ്രതീക്ഷയുണ്ടായത് എന്റെ ഈ മോനെയാണ്. മോനും ഇപ്പോൾ മദ്യത്തിന് അടിമപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്കുണ്ടായ വേദന. അപ്പൊ ഈ മദ്യം എന്ന് പറയുന്നത്, മയക്കുമരുന്ന് എന്ന് പറയുന്നതും ഒരു വ്യക്തി നന്മയായിട്ട് കാണുമ്പോൾ ആ വ്യക്തിയോട് കൂടെ ആയിരിക്കുന്ന വ്യക്തികള്, ജീവിത പങ്കാളി, ഇന്ന് സ്ത്രീകളും പുരുഷരും കുട്ടികളും ഒക്കെ ഞാൻ പറയും, അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും സമാധാനമല്ല അനുഭവിക്കുന്നത്, അസ്വസ്ഥതയാണ്. എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട്, ആരോഗ്യപരമായിട്ട്, എല്ലാ തരത്തിലും അവര് അസ്വസ്ഥതകൾ അനുഭവിക്കുകയാണ്. ഇത് സമൂഹത്തിലേക്ക് ബാധിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ എങ്ങനെ പൈസ കണ്ടെത്തുന്നത്? മോഷണത്തിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ എന്താ കാണുന്നത്? സ്ത്രീ പീഡനത്തിലേക്ക്. ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാരെ പീഡിപ്പിച്ചു തുടങ്ങി. ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് സമൂഹം പുരുഷന്മാരെ പീഡിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മിക്ക കേസുകളിലും, കുടുംബ കോടതിയിൽ വരുന്ന മിക്ക കേസുകളും സ്ത്രീ പീഡനത്തെക്കാൾ പണ്ട് സ്ത്രീകളാണ് അനുഭവിച്ചിരുന്നത്. ഇന്നിപ്പോ പുരുഷന്മാര് ഡിവോഴ്സ് വേണ്ടെന്നാ പറയണത്, പക്ഷെ സ്ത്രീകൾക്ക് വേണമെന്നാ പറയുന്നത്. എല്ലാം കൊടുക്കുന്നുണ്ട്, മദ്യം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നേരെ തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീ പീഡനം എന്നും പുരുഷ പീഡനം എന്നൊക്കെ ഒന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ ഈ സമൂഹത്തിലാണ് നമ്മളൊക്കെ ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത്. അപ്പൊ എന്നും റിയാലിറ്റി ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നി, ആ കുടുംബത്തില് നമുക്ക് നേരിട്ട് എന്തൊക്കെ ചെയ്യാം. ഇപ്പൊ പൗലോസ് സാറ് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ നന്മ ആ സമൂഹത്തിലേക്ക് വ്യാപിക്കണം, അവര് പ്രഘോഷകരായിട്ട് മാറണം. അപ്പൊ അവരെ ഇടയ്ക്ക് നമ്മൾ വിളിക്കണത്, ഞാൻ പറഞ്ഞില്ല, 60 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്ന കുട്ടിക്ക് വീണ്ടും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ടേസ്റ്റ് മാറുന്നില്ല. ഇപ്പൊ കുറഞ്ഞ് വന്നിട്ടുള്ളൂ. എത്ര ദിവസങ്ങൾ എടുത്തു, എത്ര മാസങ്ങൾ എടുത്തു. വീണു പോകാൻ എളുപ്പമാണ്, കയറ്റിക്കൊണ്ടുവരാൻ നമ്മുടെ ക്ഷമാപൂർവമായ ഒരു ഇടപെടൽ വേണം. അപ്പൊ ഒരു മദ്യപാനം എന്ന് പറയുന്നതും മയക്കുമരുന്നിന്റെ പ്രശ്നം എന്ന് പറയുന്നതും നമ്മുടെ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല. അത് ഒരു കുടുംബത്തിന് രോഗമാകും, സമൂഹത്തിന് രോഗമാകും. ആ സമൂഹത്തിലെ രോഗത്തിൽ നമുക്ക് എല്ലാവരും അത് ബാധിക്കും. നമ്മൾ വിചാരിക്കും അടുത്ത വീട്ടിലല്ലേ പ്രശ്നം, ഇപ്പുറത്തല്ലേ പ്രശ്നം, നാളെ എന്റെ വീട്ടിലേക്ക് ഇത് വരും. കാരണം നമ്മൾ പറഞ്ഞില്ലേ, കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് അത് അങ്ങ് അകലെയല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇവിടേക്ക് വന്നു. ഇതുപോലെയാണ് ഒരു കുടുംബത്തിലെ പ്രശ്നം സമൂഹത്തിലേക്ക് വരുന്നത്. ഈ സമൂഹത്തിലെ പ്രശ്നം നമുക്ക് എല്ലാവരെയും നമ്മളെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ചു പേരുള്ളെങ്കിലും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് ഈ ഒരു തിന്മയെ, നമുക്ക് ഇന്ന് മദ്യം മാത്രമല്ല, മറ്റ് മയക്കുമരുന്നും നമുക്ക് സുലഭമാണ്. കുട്ടികളെയാണ് ഇത് കൂടുതൽ ഇന്ന് അട്രാക്റ്റീവ് ആക്കി കൊണ്ടു നടക്കുന്നത്. കുട്ടികളെ ഒരു 7ാം ക്ലാസ് തുടങ്ങി കുട്ടികളെ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ജോസ്പുരം പ്രദേശത്ത് ഒരു കോളനിയിൽ നിറച്ച് ഈ വക പരിപാടികളായിരുന്നു. നമ്മൾ അതിനകത്ത് കുറെ നാളുകൾ ചെന്ന് വിസിറ്റ് ചെയ്ത് കുട്ടികളെ കണ്ട്, കുട്ടികളിലൂടെ നമുക്ക് കുറെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനും കുട്ടികളുടെ പ്രശ്നങ്ങളിലൂടെ മാതാപിതാക്കളിലേക്ക് കടക്കാനും കേസ് കൊടുത്താലും നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം എന്താ, നമുക്കൊരു സമൂഹമാണ് തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ തിന്മ സമൂഹത്തിലേക്ക് മാറുന്നു. അപ്പൊ ആ പ്രദേശത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളത് ഇടപെട്ട് ആ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടത് കൊണ്ട് തന്നെ ഇന്ന് കുറെ പ്രശ്നങ്ങൾ ആ കോളനിയിൽ നിന്ന് മാറിപ്പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ചുറ്റുപാടുമാണ്, നമുക്ക് ചുറ്റുമുണ്ട് പ്രശ്നങ്ങൾ. നമുക്ക് ഉണരാം, നമുക്ക് ഉണർന്ന് ഈ ഒരു മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളില് തീക്ഷ്ണതയോടുകൂടി നമുക്ക് വ്യാപരിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, സമാധാനമുണ്ട്. അത് മാർക്കറ്റിൽ പോയാലൊന്നും നമുക്ക് കിട്ടില്ല. ഏത് നല്ല ഡ്രസ്സ് ഇട്ടാലും നമുക്ക് കിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. ഞാൻ ഇന്നൊരു വീട്ടിൽ പോയിട്ടാ വരണേ, പോരണ വഴിക്ക് ഞാനാണ് അവരെ അതിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ചുറ്റുപാടും കുറെ ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, കോളനികളുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് കേന്ദ്രീകരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തെ കുടുംബങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, മുൻനിരയിലേക്ക്, നന്മയിലേക്ക് നയിക്കാൻ പറ്റും. അവര് നന്നായാൽ സമൂഹം നന്നാവും. അപ്പൊ നമ്മുടെ അങ്കമാലി പ്രദേശത്തെ ഒരു സന്തോഷകരം, സമാധാനപരമായ ഒരു സമൂഹമാക്കി മാറ്റാം. അങ്കമാലി ഫൊറോനയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മദ്യവിരുദ്ധ സമിതിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചൂടത്ത് ഞാൻ അധികം പറയണില്ല.
എന്റെ ചെറിയ കുറച്ച് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് നമ്മുടെ എനിക്ക് നേരിട്ട് പറയാനായിട്ട് വിട്ടും കുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ എനിക്കൊരും തന്നെ ഇത് അവര് പറയണത് ഞാൻ മദ്യം എനിക്ക് നിർത്താൻ പറ്റും, പക്ഷെ നിർത്താൻ പറ്റില്ല. പിന്നെ അത് വെട്ടായി കുത്തായി മാനസിക രോഗങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ അവിടെയൊക്കെ നന്നായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും. റിസ്ക് ഏരിയ ആണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് നമ്മുടെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് അതിനു വേണ്ട എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും നൽകട്ടെ.